നാട്ടിലേക്ക് പണം അയക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണിത്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ കനത്ത താഴ്ചയെ നേരിടുന്ന ഒരു സമയമാണിത്. ഇന്നലെ ഡിസംബർ 17-ന് ഒരു ഡോളറിന് 84 രൂപ 92 പൈസ എന്ന സർവ്വകാല തകർച്ചയിൽ ഇന്ത്യൻ രൂപ എത്തുകയായിരുന്നു. അപ്പോൾ സമാനമായിട്ടുള്ള പ്രതിഫലനം മറ്റ് വിദേശ രാജ്യങ്ങളുടെ കറൻസിയിലും രൂപയ്ക്കുണ്ടായിട്ടുണ്ട്. ഒരു UAE ദിർഹമിന് ഇന്നലെ 23 രൂപ 12 പൈസ വരെ രേഖപ്പെടുത്തി. ഇന്നിപ്പോൾ രാവിലത്തെ വിനിമയ നിരക്ക് 23 രൂപ 10 പൈസ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബോട്ടിമിലും എത്തിസലാത്തിന്റെ E&Money ആപ്പിലും ഒക്കെ കൃത്യമായിട്ടുള്ള വിനിമയ നിരക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒരു പൈസ താഴ്ന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ താഴ്ചയിലാണ് ഇന്ത്യൻ രൂപ കഴിഞ്ഞ ദിവസം എത്തിയത്. പ്രത്യേകിച്ച് ഇമ്പോർട്ടേഴ്സിന്റെയും വിദേശ ബാങ്കുകൾക്കും ഒക്കെ ഡോളറിനോടുള്ള ഡിമാൻഡ് കൂടിയതാണ് ഇന്ത്യൻ രൂപയ്ക്ക് തിരിച്ചടിയായിരിക്കുന്നത്. എന്തായാലും നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വിദേശ കറൻസിക്ക് കൂടുതൽ തുക നാട്ടിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു അനുകൂല ഘടകം ഇവിടെയുണ്ട്. ഈ പൈസ നാട്ടിലെത്തുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് അതിന്റെ മൂല്യം കിട്ടുമെന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. അത് ആത്യന്തികമായി നമുക്ക് വലിയ ഗുണമൊന്നും ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലുണ്ടാവണം. വിവിധ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിനിമയ നിരക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. UAE ദിർഹത്തിന്റെ കാര്യം ആദ്യം പറഞ്ഞു. 23 രൂപ 10 പൈസയാണ് ഇന്ന് രാവിലെ കിട്ടുന്നത്. ഖത്തർ റിയാൽ 23 രൂപ 32 പൈസ, സൗദി റിയാൽ 22 രൂപ 60 പൈസ, ഒമാൻ റിയാൽ 220 രൂപ 56 പൈസ, ബഹ്റൈൻ ദിനാർ 225 രൂപ 19 പൈസ, കുവൈറ്റി ദിനാർ 276 രൂപ 04 പൈസ ആണ് ഇപ്പോൾ വിനിമയ നിരക്ക് രേഖപ്പെടുത്തുന്നത്.